അല്ലാഹു തആല സൂറത്തു തൗബയിലായി പറയുന്നത് സത്യസന്ധരുടെ കൂടെ നിൽക്കണേ. മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങളെ സംബന്ധിച്ച് പറയുമ്പോ നമ്മളതാ പറയാ, നമ്മൾ ഉസ്താദ്മാര് നുണ പറയില്ല, സത്യസന്ധരാണ്. നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ നുണ പറയില്ല, കളവ് പറയില്ല. അവരങ്ങനെ കളവുള്ള പ്രസ്താവനകൾ ചെയ്യാറില്ല, സത്യസന്ധത പാലിക്കുന്നവരാണ്. ഇത് നമുക്ക് നമ്മുടെ ആലിമീങ്ങളിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ഏറ്റവും വലിയൊരു സൗഭാഗ്യം അതല്ലേ? നമ്മൾ ആരുടെ കീഴിൽ ജീവിക്കുന്നുവോ പ്രവർത്തിക്കുന്നുവോ അവര് സത്യസന്ധരാണ്. മഹാനായ ശംസുൽ ഉലമ എടുത്തു നോക്കി, മഹാനായ ചെറുശ്ശേരി ഉസ്താദ് നമ്മുടെ നാട്ടുകാരനല്ലേ, അല്ലാഹുവിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഏതെങ്കിലും ഒരു പ്രസ്താവന മഹാനവറുകൾ നുണ പറഞ്ഞു ജനങ്ങളോട് പറയാൻ കിട്ടുമോ? ഇല്ല. അതാണ് സ്വാദിഖീങ്ങൾ. അർമിയ ഉസ്താദ് ഇവിടെ അടുത്തല്ലേ, വലിയ ദൂരമൊന്നുമില്ലല്ലോ, നമ്മുടെ പരിസരത്തുള്ള ആളുകള് എത്രയോ മഹാന്മാർ, ഇവരൊന്നും നുണപ്രസ്താവന നടത്തി നുണ പറഞ്ഞു ഒന്നും കിട്ടൂല. ഇല്ല, അവര് സത്യസന്ധരായിരുന്നു. തെറ്റ് ചെയ്യൂല എന്നല്ല, മനുഷ്യന്മാര് തെറ്റ് സംഭവിക്കും, മാസൂമിങ്ങളാണെന്നല്ല ഈ പറയുന്നത്. പക്ഷേ ജനങ്ങളുമായി ഇടപഴകുമ്പോ ഉസ്ദുഖു ഇദാ ഹദ്ദത്തും, സംസാരിക്കുമ്പോ സത്യമേ പറയാവൂ. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ സത്യത്തിന് കൊടുത്ത വ്യാഖ്യാനം എന്താണ്? സത്യം ഹഖീഖത്തുഹു അൻ തസ്ദുഖ ഫീ മൗതിനിൻ ലാ യുൻജീക മിൻഹു ഇല്ലൽ കദിബ്. നുണ പറഞ്ഞാലല്ലാതെ രക്ഷപ്പെടാൻ പറ്റൂല, അങ്ങനത്തെ സ്ഥലത്ത് സത്യം പറയാം. അങ്ങനെ പറഞ്ഞ 3 സ്വഹാബിമാരുണ്ട്. 3 സ്വഹാബിമാർ. ആ 3 സ്വഹാബിമാരുടെ ചരിത്ര സംഭവം പറഞ്ഞതിന്റെ ശേഷമാണ് അല്ലാഹു നിങ്ങൾ സത്യസന്ധരുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞത്. തബൂക്ക് യുദ്ധം നടക്കുകയാണ്, ഗസ്വത്തു തബൂക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. തബൂക്ക് യുദ്ധം നടക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും മദീനയിൽ നിന്ന് 500ഓളം കിലോമീറ്റർ ദൂരെയുള്ള ഡമസ്കസ് ജോർഡാനിന്റെ ഭാഗത്തേക്ക് മദീനയിൽ നിന്ന് വീണ്ടും പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗം നോർത്ത് വെസ്റ്റ് ആണ്. നോർത്ത് വെസ്റ്റിലേക്ക് ജോർഡാനിന്റെ ബോർഡറുകളിലേക്ക് തബൂക്കിലേക്ക് നിബിതങ്ങൾ യാത്ര തിരിക്കുന്നു. ഹബീബിന്റെ ജീവിതത്തിലെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്തെ അവസാനമായി തങ്ങൾ സംബന്ധിച്ച യുദ്ധമാണത് തബൂക്ക്. നല്ല ചൂടുള്ള കാലത്ത്, നല്ല പൊരിഞ്ഞ ചൂട്, വെയിലത്ത് യാത്ര ചെയ്യണം. സ്വഹാബിമാരൊക്കെ അവരുടെ ഈത്തപ്പനകൾ കുലച്ചു നിൽക്കാൻ, ഒരാഴ്ച കഴിഞ്ഞ് അത് പറിക്കാനുള്ള സമയമായി. 2 കൊല്ലമായി വിളവെടുപ്പില്ലാതെ അവരെ വിഷമത്തിലാണ്. കൃഷി റെഡിയായി നിൽക്കാൻ. അപ്പോഴാണ് കൃഷിയൊന്ന് നോക്കണ്ട, യുദ്ധത്തിന് പോന്നേക്കണം. എങ്ങനെ ഉണ്ടാവും? കച്ചവടം കച്ചവടക്കാർക്കൊന്ന് മകനെയോ പെങ്ങളെ കുട്ടിയോ അങ്ങാടിയിൽ നിർത്തിയിട്ട്, പീടികയിൽ നിർത്തിയിട്ട് ഒരു വാദിന് കേൾക്കാനോ, ഒരു ദർസിൽ വന്നിരിക്കാനോ, ഒരു സ്വലാത്തിന്റെ മജ്ലിസിൽ വന്നിരിക്കാനോ നമ്മുടെ കച്ചവടക്കാർക്ക് സമയം കിട്ടാറില്ല. വൽപ്പിൽ നിർത്തിയാൽ പൈസ പൊക്കും. അപ്പൊ ഞാൻ തന്നെ ഇരിക്കട്ടെ, മൂപ്പര് വൈകുന്നേരം ഓൾ ഇരിക്കുന്നതാണ്. രാവിലെ മൂപ്പര് തന്നെ പോണത്, ഉറക്കില്ല, സാധുവില്ല, വിശ്രമമില്ല, ആകെ കിട്ടുന്ന പൈസയാണ്. അത് മൂപ്പര് മരിച്ചാൽ മക്കൾ അടിച്ചു പൊളിച്ച് തീർക്കും ചെയ്യും. മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയാണ്. മൂപ്പരായിട്ടൊരു കാര്യം ചെയ്യാനും നേരമില്ല, ഒന്നിനും. സ്വഹാബിമാർ ആലോചിക്കാൻ തുടങ്ങി, റബ്ബേ എന്തായി പറയുന്നത്? ഒരാഴ്ച നിന്നാൽ അവിടെ വിളവെടുപ്പാൻ, തബൂക്കിലേക്ക് പോകാം. ഒരാഴ്ച വൈകിച്ച് കിട്ടിയാൽ നമുക്ക് ഈത്തപ്പഴങ്ങളൊക്കെ പറിക്കും ചെയ്യാം, കൃഷിയായി മദീനയിലെ ദാരിദ്ര്യം തീരും, പിന്നെ നമുക്ക് പോകാൻ കുഴപ്പമില്ല. അതിനൊന്നും ഇപ്പൊ പുറപ്പെടണം. എല്ലാരും പോയി. മുനാഫിക്കീങ്ങളൊക്കെ പല കാരണം പറഞ്ഞു, നബിയേ ചൂടല്ലേ നബിയെ, ചൂടത്തൊക്കെ പോവേ. ലാ തൻഫിറൂ ഫിൽ ഹർ. ചിലരൊക്കെ പറഞ്ഞു മുനാഫിക്കീങ്ങൾ ചൂടത്ത് പോണോ? അപ്പോൾ അള്ളാന്റെ മറുപടി, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ. നരകത്തിന്റെ ചൂട് ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞു കൊടുക്കൂ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3 സ്വഹാബിമാർ പച്ചപ്പാവങ്ങളാ, പോവണമെന്ന് വിചാരിച്ചു. രാവിലല്ലേ, നമുക്ക് വൈകുന്നേരം പോ, ഇച്ചിരി തണുക്കട്ടെ. വൈകുന്നേരമായപ്പോ റബ്ബേ നേരം വൈകില്ല, ഇനിയിപ്പോ അവിടെ എത്തുമ്പോ രാത്രിയല്ലേ, നമുക്ക് രാവിലെ പുറപ്പെടാം. രാവിലെ ആയപ്പോ റബ്ബേ ഇനി പോയ പോലെ കാണൂലല്ലോ, അങ്ങനെ പോകാൻ പറ്റിയില്ല. 3 പേർ. ഖുർആൻ വളരെ വിശദമായിട്ട് പറഞ്ഞു 3 ആളുകളെ സംബന്ധിച്ച്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മാസത്തോളം, മാസങ്ങളിലേറെ, 2 മാസത്തോളം നബി തങ്ങൾ
അവരുമായി സംസാരിക്കാതെ ബോയ്ക്കോട്ട് ചെയ്തു. ശിക്ഷ. എത്രയോ മുനാഫിക്കീങ്ങൾ വന്ന് നബി തങ്ങളോട് പല കാരണം പറഞ്ഞു. നബിയെ വയറുവേദനയായിരുന്നു, ഉമ്മാക്ക് സുഖമില്ലായിരുന്നു എന്നൊക്കെ പറയും. വല്യാപ്പ മരിച്ചിരുന്നു. എവിടെ? വല്യാപ്പ 10 കൊല്ലം മുമ്പ് മരിച്ചതാ. ആ വല്യാപ്പന്റെ പേര് പറഞ്ഞ് ദിവസം ലീവ് എടുത്ത് പോണ കുട്ടികളുണ്ട്. മരിച്ച വല്യമാനെ പിന്നെയും മരിപ്പിക്കും. അങ്ങനെ വേറൊന്നും കിട്ടുന്ന സ്ഥലം വിടൂല. അപ്പൊ പിന്നെ അങ്ങനെ പറയാ. മുനാഫിക്കീങ്ങൾ പല കളവും പറഞ്ഞു. നബി തങ്ങൾ ഓക്കെ 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 എന്ന് പറഞ്ഞു. മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ മുറാറത്ത് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു, മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു, 3 പേർ. എന്താ കാരണം വരാതിരുന്നതിന്? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല നബിയെ, ഞങ്ങൾ വരണമെന്ന് വിചാരിച്ചതാ, വരാൻ പറ്റിയില്ല. നബി തങ്ങൾ അവരോട് മിണ്ടിയില്ല. മിണ്ടണ്ടെന്ന് പറഞ്ഞു. ആരും മിണ്ടാതെ കുടുംബം പോലും ഒഴിവാക്കിയിട്ട് ഒറ്റപ്പെട്ടു പോയി 3 ആളുകൾ മാസങ്ങളോളം. അവരങ്ങ് തൗബ ചെയ്തു. അല്ലാഹു ആ തൗബ അങ്ങ് സ്വീകരിച്ചു. മഹാനായ മാലിക് റളിയല്ലാഹു കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഞാനെന്ന് നുണ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ രക്ഷപ്പെടും. പക്ഷേ അള്ളാന്റെ കോടതിയിൽ ഞാൻ പിടിക്കപ്പെടൂലേ? അള്ളാന്റെ റസൂലിന് വഹീ വരൂലേ? ഞാൻ പറഞ്ഞ നുണയാണെന്ന് ഞാനതിന് നിന്നില്ല. എനിക്കറിയാം ശിക്ഷ ഉണ്ടാകും. ഞാനും എന്റെ കൂട്ടുകാര് 2 പേർ, ഞങ്ങൾ 3 ആളുകൾ കൂടിയിട്ട് സത്യം പറഞ്ഞു. ഇവരെയാണ് മുഖല്ലഫീൻ എന്ന് ഖുർആൻ പറഞ്ഞത്. മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, ഖല്ലമാ കാന റജുലുൻ സാദിഖൻ ലാ യക്ദിബു ഇല്ലാ മുത്തിഅ ബിഅഹ്ലിഹി ബിഅഖ്ലിഹി വലം യുസ്ബിഹു മാ യുസീബു ഗൈറഹു മിനൽ ഹർമി വൽ ഖറഫ്. സത്യം പറഞ്ഞ ആളുകൾക്ക് ബുദ്ധിമോശം വരൂല എന്നാ പ്രായമാവുമ്പോ. പിച്ചുമ്പയും പറയുന്നു പറയില്ലേ? ആ സംഭവം ജീവിതത്തിൽ സത്യം കൊണ്ട് നടന്ന ആളുകൾക്ക് സംഭവിക്കില്ലെന്ന് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, മുഅത്തയുടെ മുസന്നിഫും മാലിക്കി മദ്ഹബിന്റെ ഇമാമുമായ 100ലേറെ സ്വഹാബിമാരെ കണ്ട് പരിചയമുള്ള താബിഈങ്ങളിൽ മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല